ബാക്ക് ടു സന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഹാൻഡ് വർക്ക് നോക്കാവേ. അപ്പോൾ ഇതൊരു ഫാഷൻ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡ് LKG-യിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ തീരെ ചെറിയ ബ്ലൗസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അല്പം ടാസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താണ് നമ്മുടെ കയ്യിൽ വർക്ക് തന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഈ ബ്ലൗസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്കും സ്ലീവും ഒക്കെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുവാണ്. തീരെ ചെറിയ ആളാണെന്ന് വെച്ചാൽ ചെസ്റ്റ് അളവ് 20 കേട്ടോ. ചെസ്റ്റ് അളവ് ആ അളവിനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പം ടാസ്കി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ. നെക്കും എല്ലാം ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കസ്റ്റമറിനോട് പറഞ്ഞിരുന്നത് 3 മീറ്റർ 2.5 മീറ്ററാണ് കേട്ടോ. 2.5 മീറ്റർ റണ്ണിങ് മെറ്റീരിയലാണ് കസ്റ്റമർ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സാരി എടുത്താൽ വേസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ റണ്ണിങ് മെറ്റീരിയലാണ് അവരോട് സജസ്റ്റ് ചെയ്തത്. അതേപോലെ 2.5 മീറ്റർ റണ്ണിങ് മെറ്റീരിയലാണ് എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് നമുക്ക് വേണ്ട ലെങ്ത്ത് 20 അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 25 മുറിച്ചെടുത്തിട്ടുണ്ട്. സാരിക്ക് വേണ്ടിയിട്ടും ഇതിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. ബാലൻസ് വരുന്ന പാർട്ടാണ് നമ്മൾ ബ്ലൗസിനായിട്ട് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആൻറ്റിക് ഷുഗർ ബീഡ് ഇട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഗോൾഡിനേക്കാളും ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നത് വർക്ക് ചെയ്യാൻ ആൻറ്റിക് ബീഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആൻറ്റിക് ബീഡിൽ ഞാനൊരു ലെയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നെക്കിനേക്കാളും ഞാൻ ഹൈലൈറ്റ് ചെയ്യാമെന്നത് വിചാരിച്ചത് സ്ലീവാണ് കേട്ടോ. സ്ലീവിൽ ചെക്ക് ഡിസൈനാണ് കേട്ടോ ഞാൻ മനസ്സിൽ കണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ, ആ കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ കുട്ടിക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഹാഫും ബാക്ക് നെക്ക് ഫുള്ളും, ബാക്ക് നെക്കിലാണ് ഞാൻ ഹൂക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ടിൽ ഹാഫായിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഷുഗർ ബീഡ്സ്, പിന്നെ ഞാൻ സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്, പിന്നെ ഷുഗർ ബീഡ്സ്. അങ്ങനെയാണ് കേട്ടോ വർക്ക് ഡിസൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ കരുതി ഹാങ്ങിങ്സ് കൊടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് നെക്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു റെഡ് കളറ് കുന്തനൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരൊറ്റ യൂസിനേക്ക് വേണ്ടിയാണെങ്കിൽ പോലും എന്താ പറയുക, മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടൊരു ബ്രൈഡിൻ്റെ ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, അങ്ങനെ തന്നെയാണ് നന്നായി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും 3rd ലെയർ ഷുഗർ ബീഡ്സ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുവാണ്. ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ 2 എണ്ണത്തിനൊരു സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ആൻറ്റിക് ഷുഗർ ബീഡ് ഒരുപാട് തിന്നായിട്ടുള്ളൊരു ബീഡാണ് കേട്ടോ. ഗോൾഡ് ഷുഗർ ബീഡിനേക്കാളും സൈസ് കുറവാണ് കേട്ടോ ഈ ആൻറ്റിക്കിൻ്റെ. അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഞാൻ കറക്റ്റ് ഒരു അരയിഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ കുന്തൻ, റെഡ് കളർ കുന്തൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ചുറ്റും ഞാൻ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെ. ഇതേപോലെ അധികം നെക്ക് ഞാൻ ഒരുപാട് ഹൈലൈറ്റ് ചെയ്തില്ല. അതിലൂടെ ഞാൻ സ്ലീവിലാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ഇതേ റെഡ് കളറ് ഹാങ്ങിങ്സ് സ്ലീവിൽ കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സെയിം കളർ റെഡ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അവസാനം റെഡും മെറൂണും കിട്ടിയില്ല. നമ്മൾ ഒരു അത്യാവശ്യത്തിന് ഓടിപ്പോയി നോക്കുമ്പോൾ ഇവിടെ എങ്ങും കിട്ടിയില്ല കേട്ടോ സെയിം കളർ. പിന്നെ ഞാൻ ഗോൾഡൻ മേടിച്ചു കേട്ടോ. ഗോൾഡൻ ഹാങ്ങിങ് ആണ് ഞാൻ വെച്ച് കൊടുത്തത്. ഹാങ്ങിങ് നേരത്തെ ലൂസായിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ലൂസായിട്ടില്ല, പാക്കറ്റായിട്ടാണ്. ഒരു പാക്കറ്റിനകത്ത് സംതിങ് ഒരു 50 എണ്ണമെങ്കിലും കാണും. ഞാൻ മേടിച്ച ഹോൾസെയിൽ ഷോപ്പിലാണ് കേട്ടോ ഞാനിത് മേടിച്ചത്. 50 എണ്ണം കാണും എങ്ങനെ പോയാലും. അപ്പോൾ 50 എണ്ണത്തിന് 100 രൂപയാണ് ഒരു പാക്കറ്റിന് റേറ്റ് ആയിട്ടുണ്ടത്.
അപ്പോൾ ലൂസായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ അത് ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഗോൾഡൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ പർട്ടിക്കുലർ കളർ മേടിക്കുമ്പോഴത്തേനും വീണ്ടും നമ്മുടെ കയ്യിലിരുന്ന് പോകും. എന്തായാലും ഒരു 50 എണ്ണമൊന്നും ഒരു സ്ലീവിനും നെക്കിനും ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ നമുക്കത് വേസ്റ്റായിട്ട് പോകും. അപ്പോൾ നെക്ക് ഞാൻ ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി സ്ലീവിലേക്ക് പോയേക്കണം കേട്ടോ. സ്ലീവ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുക്കുവാണ് കേട്ടോ. സ്ലീവ് ഫുള്ളായിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് വരുന്നിടം വരെ ഉള്ള വർക്ക് മതി കേട്ടോ. തയ്യൽ തുമ്പ് പോകുന്നിടത്തൊരു വർക്ക്. പിന്നെ ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ 1 ഇഞ്ചിൻ്റെ ഒരു ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും വീതിയും ഒന്ന് നീളവും ഒന്നായിട്ട്. എന്നിട്ട് ഇതേപോലെ നടുക്കൂടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിൽ ചെയ്ത പോലെ ആദ്യം ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയർ, പിന്നെ ആ കുന്തൻ ചെയിന്, വീണ്ടും ഷുഗർ ബീഡ്. അങ്ങനെയാണ് കേട്ടോ നെക്ക് ഞാൻ ചെയ്തെടുക്കുന്നത്. എന്താ പറയുക, ഇപ്പം സ്ലീവ് ചെയ്തെടുക്കാനായിരുന്നു കേട്ടോ നല്ല ടൈം എടുത്തത്. എന്നാലും ഇത് 6 ഇഞ്ചേ ഉള്ളൂ കേട്ടോ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ ഒരു സൂചി ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ കുറേ സൂചിയിൽ കോർത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒറ്റ സൂചിയിൽ ചെയ്യും. എനിക്കെന്തോ ഒറ്റ സൂചിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇഷ്ടം. ഇതൊന്ന് ഉണങ്ങി വരാൻ അല്പം ടൈം എടുക്കും കേട്ടോ. ഉണങ്ങി കഴിയുമ്പോഴത്തേനും ആ ചെയിൻ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ക്രോസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഗമ്മൊട്ടിച്ചത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വാഷൊക്കെ കഴിയുമ്പോഴത്തേനും ഗമ്മിൻ്റെ ഒരു പശ പോയിട്ട് ഈ ചെയിൻ തൂങ്ങി കിടക്കാൻ തുടങ്ങും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമ്മൾ അതിൻ്റെ പുറത്തൂടൊരു ക്രോസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഗമ്മൊട്ടിക്കാതെ നമുക്ക് ചെയ്യാം, പക്ഷേ ഒരുപാട് ടൈം എടുക്കും കേട്ടോ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഗമ്മൊട്ടിച്ചിട്ട് ചെയ്താൽ എളുപ്പമാണ് എനിക്ക്. പക്ഷേ ഗമ്മെന്ന് പറയുന്നത് നിറയെ ഗമ്മ് ഒട്ടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ ആരി വർക്ക് നീഡില്ല, ആ ഗമ്മ് നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോഴത്തേനും ഗമ്മ് കയറി പിടിക്കും. പിന്നെ നമുക്ക് സ്റ്റിച്ച് പറ്റാതായി പോകും കേട്ടോ. അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ചെയ്ത് വെച്ചില്ലേ, അതിനെ ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നൂത്ത് വെച്ചിട്ട് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. 2 പോയിന്റിൽ മാർക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് ഇതേപോലെ വരയ്ക്കുക. വളഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അത്രയ്ക്ക് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഓപ്പോസിറ്റും ഇതേപോലെ വരച്ചെടുക്കുക. വളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇട്ട് വരുമ്പോഴത്തേനും വളഞ്ഞത് നന്നായി കാണാൻ പറ്റും. നല്ല വൃത്തിക്ക് ആ വളഞ്ഞു പോയി എന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് മാത്രം ഈ ലൈൻസ് ഡ്രോ ചെയ്തെടുക്കുക. പിന്നെ ഫാബ്രിക് നല്ല ടൈറ്റ് ആയിരിക്കണം കേട്ടോ. ഫ്രെയിമിൽ നല്ല ടൈറ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വരയ്ക്കുമ്പോഴത്തേനും ക്രിസ് ക്രോസ് ആയിട്ട് പോവാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഫുള്ളും ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അല്പമല്ല, നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഒരു നോർമൽ കുഞ്ഞു സ്ലീവ് ആണെങ്കിൽ പോലും അത്രയും ടൈം എടുത്തു. അപ്പോൾ വലിയ സ്ലീവിൻ്റെ കാര്യം പറയണ്ടല്ലോ. നമ്മുടെ കൈയുടെ വണ്ണം അനുസരിച്ച് ടൈം അതേപോലെ നന്നായി എടുക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയാണ്. പിന്നെ ബ്രൈഡ്സ് ആകുമ്പോഴത്തേനും റേറ്റ് അധികമാവും. നമ്മൾ ബ്രൈഡൽ ബ്ലൗസ് ചെയ്യുമ്പോൾ എന്തായാലും റേറ്റ് അധികമാവും. കാരണം അത്രയും ടൈം എടുത്ത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഓരോ ബീഡ്സിലും നമ്മുടെ ഹാൻഡ് സ്റ്റിച്ച് പോകുന്നത് കൊണ്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഹാൻഡ് വർക്ക് വളരെ പാടുപെട്ട് ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് പോലെയേ അല്ല. ഇപ്പം നമ്മളൊരു പോട്ടെ 4 മണിക്കൂർ കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും സ്റ്റിച്ചിങ്ങിൽ. അതിൽ കൂടുതലൊന്നും സ്റ്റിച്ചിങ്ങിൽ വർക്കില്ല. പിന്നെ ഇതാണെങ്കിൽ 4 പോരാ, 8 പോരാ, 12 പോരാ, നല്ല ടൈം എടുക്കുന്ന വർക്കാണ് കേട്ടോ.
എൻജോയ് ചെയ്ത് ചെയ്യാവുന്നവർക്ക് മാത്രമേ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റൂ. അതേപോലെ അത്രയും ക്ഷമയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ, അല്ലാത്തവർക്ക് ഇതിൽ പറ്റില്ല. അങ്ങനെ ഇത് മൊത്തത്തിൽ ഞാൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബീഡ്സൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. സ്ഥിരം ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ബീഡ്സ് തെറിച്ച് പോകുന്നത്. സ്ഥിരം നമ്മുടെ കൈ വഴങ്ങി വരുമ്പോഴത്തേനും ഒരിക്കലും ബീഡ്സ് ഒന്നും തെറിച്ച് പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരാഴ്ചയിൽ ഒരു വർക്കായിരിക്കും ചെയ്യുന്നത്. അത് അത്രയും ഗ്യാപ്പുണ്ട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. പക്ഷെ ഇത് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ബ്രൈഡ്സ് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഹെവി ലുക്ക് തരുന്നൊരു വർക്കാണ് ഇത്. എൻ്റെ വർക്ക് തീരാറായിട്ടോ. പിന്നെ ഞാനിതിന് ചുറ്റും ഇതേപോലെ നമ്മുടെ റെഡ് കുന്തനുണ്ടല്ലോ, കുന്തൻസ് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ കുന്തൻസ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ചുറ്റിനും ഈ ഒരു എന്താ പറയുക ഫ്ലവർ മോഡൽ ചെയ്തെടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. അത്രയും എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് അങ്ങ് ഫുൾഫില്ലായിട്ട് വരും. ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടില്ല. അപ്പം നമുക്കൊരൊറ്റ യൂസല്ലേ, ഇത് തന്നെ ഇപ്പോൾ ഓവറായി എന്ന് എനിക്ക് തോന്നി. കുഞ്ഞു കൈയല്ലേ, ഇത് തന്നെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ബ്രൈഡ്സൊക്കെ ആണെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ, നല്ല ഭംഗി കിട്ടും. ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ഒരു സ്ലീവ്. ഇതേപോലെ 2 സ്ലീവും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫാബ്രിക്കിൽ നമുക്ക് 2 സ്ലീവും കഴിഞ്ഞു. പിന്നെ ഞാൻ ഹാങ്ങിങ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഹാങ്ങിങ്. ഇപ്പം തന്നെ നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആണ് കേട്ടോ ഞാൻ ഹാങ്ങിങ് ചെയ്ത് കൊടുക്കുന്നത്. ഹാങ്ങിങ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഒരു 2-3 ലോക്ക് ഇട്ടിട്ട് ഒരു 5 ഷുഗർ ബീഡ്സ് കോർത്ത് ഹാങ്ങിങ് കൂടെ കോർത്തിട്ട് ആ ഹാങ്ങിങ്ങിനകത്തൂടെ ഷുഗർ ബീഡ്സിനകത്തൂടെ സൂചി പുറത്തേക്ക് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹാങ്ങിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഓൾമോസ്റ്റ് 10-12 ഹാങ്ങിങ് ഒരു സ്ലീവിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഹാങ്ങിങ് ചെയ്ത് കഴിഞ്ഞ് ഇടുന്നത് കാണാൻ. അപ്പോൾ ഹെവി ലുക്ക് ആഗ്രഹിക്കുന്നവരെന്തായാലും ഹാങ്ങിങ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അതേപോലെ നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ വേസ്റ്റ് പോർഷനിൽ കൊടുക്കാമെങ്കിൽ നല്ല ഭംഗിയാണ് ഹാങ്ങിങ്. അപ്പോൾ ഔട്ട് ലുക്ക് കണ്ടാലോ ഭയം. അപ്പോൾ സാരിയുടെ ഡെഡൻറ്റിൽ കൂടെ ഞാൻ ആ ഹാങ്ങിങ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി കിട്ടുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഫൈനൽ ലുക്കാണ് കേട്ടോ. കുഞ്ഞു ബ്ലൗസാണ്, വളരെ കുഞ്ഞു ബ്ലൗസാണ്, വളരെ കുഞ്ഞായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ കസ്റ്റമർക്ക് കൈ കിട്ടിയപ്പോൾ അവർ ഒരുപാട് ഹാപ്പിയായി. നമ്മുടെ ഫേവറേറ്റ് ആൾക്കാർക്ക് വേണ്ടി ചെയ്ത് അവർ ഹാപ്പി ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വളരെ വലുതാണ് കേട്ടോ. ഞാൻ നോർമലായിട്ടാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഹാങ്ങിങ്ങിൻ്റെ ഭംഗി കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ ബ്ലൗസിൻ്റെ ലുക്ക്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.